ഹലോ ഫ്രണ്ട്സ്, ഡാഡിയെ കൊണ്ടാക്കാൻ പോകുന്നു. കൊണ്ടാക്കിയിട്ട് വാ. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇങ്ങോട്ട് പോന്നോ മോനോ? ആള് ഡാഡിയെ കൊണ്ടാക്കിയിട്ട് വരുന്ന വരവാ. ഡാഡി പോയാ മോൻ? പോയായിരുന്നോ? പോന്നു. കണ്ടോ? ഇതാണ് ഇവൻ്റെ വേല കേട്ടോ, കൊണ്ടാക്കൽ. എന്നിട്ട് ഇവിടെ നിന്നൊരു നോട്ടം. ഡാഡി ടാറ്റ പറയണം. കണ്ടോ? അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ടാറ്റ പറയൂ. ടാറ്റ. അവിടെ നിന്ന് ഡാഡി നോക്കുന്നു. ടാറ്റ. പോയോ പോനു? ഡാഡി പോയാ? എവിടെ? പോയോ പൊന്നു? വരുവേട്ടാ. അപ്പം ഞാൻ ഇന്നലെ വീഡിയോ എടുത്തില്ല, ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. മക്കളെ നോക്കണം, ഹസ്ബൻഡിനെ നോക്കണം, വീട് നോക്കണം, ഇവനെ നോക്കണം. അപ്പോൾ നമുക്ക് ഫാമിലിക്ക് എഫക്റ്റ് ചെയ്യാത്ത വിധത്തിൽ വേണ്ടേ നമുക്ക് വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ എടുക്കുക. പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ കുറേ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മളെപ്പോഴും ഇതെടുക്കുമ്പോൾ നമ്മൾ ഫാമിലി ആദ്യം നോക്കിയിട്ട് വേണ്ടേ പിന്നെ ഇങ്ങോട്ട് വരാൻ വീഡിയോ എടുക്കാൻ വരാം. അപ്പോൾ ഇന്നലെ ഒട്ടും പറ്റിയില്ല. ഷോർട്ട് വീഡിയോ മാത്രമേ ഇടാൻ പറ്റിയുള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ഷുഗറൊക്കെ ഉള്ളതല്ലേ, ടൈമിന് ഭക്ഷണമൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഈ മോൻ ഡാഡിയെ കൊണ്ടൊക്കെ ആക്കിയിട്ട് ഇനിയിപ്പോൾ ചേട്ടനുണ്ട്. ചേട്ടന് ഇനി ഫുഡ് കൊടുക്കണം, ടിഫിൻ കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞ് വിടണം. മോന് ടിഫിൻ കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞ് വരാട്ടോ. ഞാൻ മോന് ടിഫിനൊക്കെ കൊടുത്തിട്ട് വരാട്ടോ. ടാറ്റാ പറ. ടാറ്റാ. ബാ. ഓഫീസിൽ പോകുന്നു കേട്ടെ. ചേട്ടനും പോകുന്നു ഓഫീസിൽ. പോകുന്നു കേട്ടെ. ഏക്കെടുക്കാൻ പോകുന്നു. ടാറ്റ പറഞ്ഞേക്ക് മോൻ കേട്ടാ. ടാറ്റ പറയുന്നേക്കെ. ബൈക്കും കൊണ്ട് വരണേ ചേട്ടൻ. ഇങ്ങനെ എല്ലാവരെയും ഓഫീസിൽ വിടാൻ വേണ്ടി നിൽക്കുന്ന മോൻ. നല്ല വെയിൽ കണ്ടോ, ഭയങ്കര ചൂട്. നമുക്ക് അലക്കണം. പോകുന്നു. ടാറ്റാ. ചേട്ടൻ പോകുന്നു. ടാറ്റാ പറഞ്ഞേ. ടാറ്റാ. പോയി. ഇനി ദീപക്ക് ഇപ്പോൾ വരുവേട്ടാ. ആരോടാ സംസാരിക്കുന്ന അവിടെ? ടാറ്റാ. പോയി ചേട്ടൻ പോയി. അപ്പോൾ ഗൈസ് ദീപക്ക് വന്ന് അടിച്ചു വരുന്നു. ദീപക്കിന് നേരത്തെ വന്നു. ദീപക്കിനെ നോക്കി ഒരാൾ ഇവിടെ കിടക്കുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു ഫ്രണ്ട്സ് ഇന്ന്. ഡാഡിയെ വിടുന്നു, ചേട്ടനെ വിടുന്നു. എന്താ തിരക്കും കഴിഞ്ഞ് ഇനി ലാസ്റ്റ് ഒന്നുണ്ട് ദീപക്കിനെ വിടുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണ് കേട്ടോ. ഈ കുഞ്ഞ് ഭയങ്കര സ്നേഹമുള്ളതാണ് കേട്ടോ. കണ്ടോ. മാടി. ഉമ്മ. ദീപക്ക് സ്നേഹിച്ച പൊന്നിനെ പൊന്നുമോനെ ദീപക്ക് സ്നേഹിച്ച. ഫുഡൊക്കെ കൊടുത്തു ഗൈസ്. ഫുഡൊക്കെ കഴിക്കാൻ ഇപ്പം പെട്ടെന്ന് വരും കേട്ടോ. ഫുഡ് കൊടുത്തു. മറ്റേ പപ്പിയെ കണ്ടില്ല. ആ സ്ട്രീറ്റ് പപ്പിയെ കണ്ടില്ല. അവൻ്റെ ചോറ് ഇവിടെ ഇരിക്കുന്ന കൊടുത്തുമില്ല. അതെ. വിളിക്കുന്നു. ദീപക്ക് എന്തിനാ വിളിക്കണമെന്ന് ചോദിച്ചേ? ദീപക്ക് എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചേ?
അച്ചോ ഏതിക്ക ആ അച്ചോ അച്ചോ ബാബാ അവൻ ഇറിറ്റേഷനാവും മോനവും വേണ്ട പപ്പി തേച്ചോ തച്ച് പപ്പി തേച്ചേ പൊന്ന് പപ്പി തേച്ചേ അവനത് ഇറിറ്റേറ്റ് ആടാവൂലേ മമ്മിയൊക്കെ കൊള്ളും അയ്യോ 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 വാലൊക്കെ ആട്ടി ആട്ടി देखो अच्छू देखे देखे ഒതുക്കി രഖെ എതിക്ക് രഖെ വേണം എതിക്ക് രഖെ ചലി ഗയി അമ്മാരാ എൻ്റെ മോൻ കേട്ടോ ഇതേ കണ്ടോ എല്ലാം അവിടെ ബെഡിൽ വെച്ചിട്ട് പോവും അതങ്ങനെ ഇവിടെ കയറിക്കോ ഇവിടെ കയറി അവനോട് മുകളിൽ കയറാൻ പറഞ്ഞാണ് കേട്ടോ খাওয়া হয়ে গেছে জিজ্ঞেস কর খাওয়া হয়ে গেছে খেয়েছো বলো বলো മോൻ ഫുഡ് കഴിച്ചാ അവൻ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചത് ഓ খেয়েছে খেয়েছে ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഫ്രണ്ട്സ് ഇന്നലെ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഫാമിലിയിലൊക്കെ കുറച്ച് നോക്കണ്ടേ എല്ലാവരെയും ഇച്ചിരി ഹസ്ബൻഡൊന്നും സുഖമില്ലാത്തതുകൊണ്ട് ഷുഗറും കാര്യങ്ങളൊക്കെ അല്ലേ ടൈമിനൊക്കെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തിക്കും തിരക്കൊക്കെ ആയിരുന്നു ബാത്ത് കഴിച്ച് നമ്മൾ എപ്പോഴും യൂട്യൂബ് ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഫാമിലിക്ക് എഫക്റ്റ് തട്ടാത്ത വിധത്തിൽ വേണം ഇടാൻ കാരണം വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ കുഞ്ഞിനെ നോക്കണം എൻ്റെ ഈ മോനെ നോക്കണം പിള്ളേരെ നോക്കണം പിന്നെ ഹസ്ബൻഡിനെ നോക്കണം വീട്ടിൽ ഒരുപാട് പണികളുണ്ട് ബാങ്ക് കാര്യങ്ങൾ മാർക്കറ്റ് കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് വരാനൊക്കെ അപ്പോൾ ഇത്തിരി തിരക്കായിപ്പോയി അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ദീപക്കും ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ദീപക്കിന് മനസ്സിലായി എനിക്ക് ഭയങ്കര തിരക്കിലാണെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ദീപക്ക് ആ സമയം കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ ഇട്ടാൽ ശരിയാവത്തില്ല അപ്പോൾ നാളെ ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ദീപക്ക് നേരത്തെ വന്നു കേട്ടോ പിന്നെ ഇത് എഡിറ്റൊക്കെ ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി സമയം എടുക്കും ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണേ അപ്പോൾ എല്ലാവരും മോനെ സ്നേഹിക്കുന്നവർ ഒത്തിരി പേരുണ്ട് മോൻ്റെ ഫാൻസൊക്കെ ഒത്തിരി പേരുണ്ട് ഇന്ന് മോന് ഭയങ്കര തിരക്കിലായിരുന്നു ചേട്ടനെ കൊണ്ടുവിടുന്നു ഡാഡിയെ കൊണ്ടുവിടുന്നു അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഒരു ചെറിയ പാട്ട് കേട്ടോ എല്ലാ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി അപ്പോൾ എൻ്റെ മോൻ പാട്ട് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ പാലോം പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണേ നിന്നും സോറി തെറ്റിപ്പോയി കേട്ടോ ആയോരു പാലത്തിൻ്റെ തൂണേ നിന്നും അയ്യോ എന്നൊരു വിളിയും കേട്ട് അതിൻ്റെ ലിറിക്സ് മറന്നുപോയി കേട്ടോ പാലോം പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് ഇപ്പം ശരിയായിട്ടോ ലിറിക്സ് ഒന്ന് പാടി വന്നപ്പോൾ ശരിയായി എന്താണപ്പാ ഒരു വിളിയും കേട്ട് എന്നമ്മ വിളിക്കണൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ ആയ കഥ ഞാൻ ചൊല്ലിത്തരാം അന്നൊരു വറുതി മാസം കള്ളക്കറിക്കിടകം തിന്നാൻ കുടിക്കാനുമില്ലാത്ത കാലം നീ എന്ന് നീന്തി നടക്കണ കാലം അടിവച്ച് വീണ് കരയണ പ്രായം
വറുതിക്ക് തീർപ്പ് കളിപ്പിച്ചാൻ ഉണ്ണീടമേ. ലിറിക്സ് അറിഞ്ഞൂടാ ഗൈസ്. പാലോം പാലോം നല്ല നടപ്പാലം കയ്യും ആയോരു പാലത്തിൻ്റെ തൂണയിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ FPയിൽ, അപ്പോൾ കൊല്ലത്തുള്ളത്. ആ ഫ്രണ്ട് എപ്പോഴും ഈ പാട്ട് ഇതായിരുന്നു കേട്ടോ, നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ പാടുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നപ്പോൾ എപ്പോഴും ഈ പാട്ടാട്ടോ. ഈ പാട്ട് പാടുമ്പോൾ ഞാൻ ശരത് ചാറ്റർജിയെ ഓർമ്മിക്കുന്നു കേട്ടോ. നല്ലതായിട്ട് പാടും കേട്ടോ, നല്ല സൗണ്ടൊക്കെയാണ്, അപ്പോൾ നല്ലതായിട്ട് പാടുമായിരുന്നു. പാലോം പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണയിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. കൊള്ളാല്ലേ, നല്ല പാട്ടാണ്. എല്ലാ പാട്ടും അറിയാം ഫ്രണ്ട്സ്, പക്ഷേ ഒന്ന് നോക്കണം, ഇല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ലിറിക്സൊക്കെ പോവും. ഒന്ന് നോക്കിയിട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. പൊന്നരി വാളാമ്പിളിയിൽ കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. പൊന്നരി വാളാമ്പിളിയിൽ കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. പൊന്നരി വാളാമ്പിളിയിൽ ആ മരത്തിൻ പൂന്തണലിൽ വാടി. മോൻ പാട്ട് കേട്ട് കിടന്നു പോയി കേട്ടോ, പാവം. അപ്പോൾ ഫ്രണ്ട്സാണ് ഇതിൻ്റെയൊക്കെ ലിറിക്സൊക്കെ പഠിച്ചിട്ട് നമുക്ക് ഒരു ദിവസം ഞാൻ ലൈവിൽ വന്നിട്ട് പാടാം കേട്ടോ. എല്ലാ പാട്ടും നേരാമണ്ണമൊക്കെ പാടാം കേട്ടോ. ഇത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരിയൊക്കെ അറിയുന്നുള്ളൂ. എൻ്റെ താളവും ശ്രുതിയൊക്കെ അറിയാം, പക്ഷേ അതിൻ്റെ ലിറിക്സ് അറിയാതെ വരുന്നു കേട്ടോ. എന്നാലും ഈ മൂളിപ്പാട്ടിയൊക്കെ പാടിയത് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ കുഞ്ഞു മോനും വേണ്ടിയാട്ടോ. യോ ദീപക്ക് പോയാ? യോ പോയിട്ടില്ല, ഇവിടെയുണ്ട് ദീപക്ക് പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ദീപക്കിൻ്റെ പിറകെയൊക്കെ നടക്കും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ വിശേഷമുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വിശേഷമായിട്ടൊക്കെ വരാം. ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പാട്ടിലൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ലിറിക്സ് എന്ന് പറഞ്ഞൂടെ, വെറുതെ ഒന്ന് മൂളിപ്പാട്ട് പാടിയതായിട്ടോ. മോനിങ്ങനെ കേൾക്കാൻ വേണ്ടി കുറച്ച് മൂളിപ്പാട്ട് പാടുന്ന മാത്രം. എല്ലാത്തിൻ്റെയും ലിറിക്സ് പഠിച്ചിട്ട് ഞാൻ വരും കേട്ടോ. അപ്പം സംഗതികളൊക്കെ നല്ലതായിട്ട് വരും. ലിറിക്സൊക്കെ നേരാമണ്ണം വരുമ്പോൾ സംഗതികളൊക്കെ നേരാമണ്ണം വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ആ വീഡിയോ എടുക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ തംബ്നെയിൽ ചെയ്യുന്നത്. എനിക്ക് ആരും ഇവിടെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അവൻ വെള്ളം കുടിക്കുന്നു, വെള്ളം ദാഹിച്ചു പോയി കൊച്ചിന്. പൊന്നോ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. അവിടെ ഇരിക്കും പൊന്നോ, അവിടെ ഇരിക്കുമ്മ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ് ഗായ്സ്. മോന് ഹായ് തന്നു. ഇപ്പുറത്തെ കയ്യിൽ തന്നെ പൊന്നോ. ഈ കയ്യിൽ ഒന്നും കൂടെ ഹായ് 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 ഹായ്. കണ്ടോ ഉമ്മ ഗുഡ് ബോയ്. ഒന്നും കൂടെ തന്നേ, ഒന്നും കൂടെ കൊടുത്തേ. ആൻറ്റിമാർക്ക്, അങ്കിൾമാർക്ക്, ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്കൊക്കെ ഹായ്. കണ്ടല്ലോ ഗൈസ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് കൊച്ച് ഹായൊക്കെ തന്നു. ദീപക്ക് ചിരിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ, ഹായ് തന്നുകൊണ്ട്. അവന് ഹായൊക്കെ തരും. ഭയങ്കര ബുദ്ധിമാണ് കേട്ടോ, ഇവനെല്ലാം അറിയാതെ. ദീപക്ക് വരുമ്പോഴൊക്കെ എന്നെ വിളിക്കും, ഗേറ്റൊക്കെ തുറന്ന് വരുമ്പോൾ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.